മാനസിക വിഭ്രാന്തി. റിട്ടയർഡായി വന്നപ്പോ ഉറക്കല്ലാണ്ടായപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. അപ്പൊ ഞാന് വിഷമിച്ചു. ഇപ്പൊ ജോലി റിട്ടയർഡ് ആയതിനു ശേഷം പപ്പയുടെ ഹോബി എന്ന് പറയുന്നത് ചൂണ്ടാൻ പോവലാണ്. അപ്പൊ ഇന്ന് പപ്പയുടെ കൂടെ ചൂണ്ടാൻ പോവാനായിട്ട് ഞാനും ഉണ്ട്. ഞാൻ മാത്രല്ല, അതെ ബാക്കിൽ ഇതേ മമ്മി ഉണ്ട്, മമ്മിയുടെ കൂട്ടുകാരി ഉണ്ട്. ഹായ് കൊടുക്ക്. കൂട്ടുകാരിയുടെ പേര് ഡെയ്സി. ഞങ്ങൾ നടക്കാൻ പോണ കൂട്ടുകാരികള്. അതെ. പിന്നെ വേറെ എങ്ങനെയൊക്കെയാ ബന്ധം? കൂട്ടുകാരികള് ചെറുപ്പം മുതലുള്ള ബന്ധാണോ? അയൽവക്കം. ഓക്കെ. അപ്പൊ പപ്പ ഡ്രൈവ് ചെയ്യാണ്. പപ്പയുടെ ചൂണ്ടലൊക്കെ അതേ കാറിൽ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ മീന് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഡിക്കിയിൽ വെച്ചേക്കാണ്. മൈക്ക് പോയ 12,000 രൂപ എനിക്ക് തന്നെ ഒരു എന്നെ വിൽക്കേണ്ടി വരും. മമ്മീനെ വിൽക്കാം. അമ്മീരൊക്കെ ചെലവ് ആവശ്യക്കാർക്ക് മസാല ദോശ, പൊറോട്ട, ഉഴുന്നുവട, ചായ, പത്തിരിക്കുന്നവർക്ക് അവിടെ ബാറുണ്ടാവുകയാണെങ്കിൽ അത് ആവാം. ഗൈസ് നമ്മൾ മണ്ണുത്തി എത്തി. ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ പ്ലാനുണ്ട്. അപ്പൊ ചായ കിട്ടാൻ വല്ല കടയുണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തി ചായയും സ്നാക്കൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതന്നെ, യാത്ര തുടരാ. ഓ പപ്പ അടിച്ചു കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ടൈം യൂട്യൂബ് ഇങ്ങനെ വെച്ചിങ്ങനെ കണ്ടോണ്ടിരിക്കും രാവിലെ തൊട്ട് രാത്രി വരെ. ഡേയ്സി മുന്നേ പോയിട്ടുണ്ടാ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്? പോയിട്ടില്ല അല്ലെ? മണ്ണുത്തി വരെ വന്നിട്ടുണ്ട്. മമ്മിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് നടക്കാൻ പോകുമ്പോഴും പള്ളിയിലുള്ളതും ഡാൻസിനായാലും പാട്ടിനായാലും ചവിട്ടുനാടത്തിനായാലും മമ്മിയും ഡേയ്സി ഒരേപോലെ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യാറുണ്ട് അല്ലേ? ഞങ്ങളുടെ വോയിസ് ഒക്കെ ക്ലിയർ വോയിസ് ആണ്. അതെന്തോണ്ടാ? ഞങ്ങൾ പാട്ട് കച്ചേരിയൊക്കെ ആദ്യം നടത്തിയിരുന്നേ. കൊടത്തുമ്മ തല്ലിയിട്ട്, കൊടം മതളം അതൊക്കെ തല്ലിയിട്ട് വണ്ടി. ആരാ മക്കള് അവിടെ ഇരുന്ന് എന്നെ കൗണ്ടർ ചെയ്യുന്നുണ്ടല്ലേ? ഇവരാണോ കുറച്ചു നേരത്തെ പ്രായമായി അയ്യ വയ്യ കാലിന് വയ്യ കൈക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നവര്? കണ്ടില്ലേ വായല നാവിനൊരു വയ്യയില്ല. അതിങ്ങനെ പോയി പോയി പതിയെ പതിയെ ശരിയായിട്ട് വരുമ്പോ നമ്മള് ചേച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കാണ്. അതിന്റെ ഇടയിൽ വഴി കുറെ തെറ്റിപ്പോയി. ഇവിടെ നമ്മളൊരു കുളം കണ്ടു. ഇതാണ് ആ കുളം. നല്ല ഭംഗിയുള്ള കുളം. ഒരു അമ്പലം ഉണ്ട്, അത് കണ്ട്. ഒരു അമ്പലകുളാന്ന് തോന്നുന്നത്. 2 ചേട്ടന്മാര് കുളിക്കുന്നുണ്ട് ഗൈസ്. കുളിസീനൊക്കെ നമ്മള് കുളിസീൻ എടുക്കാൻ പറ്റിയില്ല. രത്നവല്ലി അവിടെ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക്. എപ്പോഴാ തുറക്കടാ? 4 മണിക്ക് വരും. പുലർച്ചെ 4 മണിക്ക് വരുമോ? സഹായികളൊക്കെ ഉണ്ടോ? ചേട്ടൻ വരും കുറച്ചേരം. ചേട്ടൻ നഴ്സറിന്റെ കുറച്ചേരം ഒരു 10-11 മണി വരെ ചേട്ടൻ ഉണ്ടാവും. എപ്പോഴാ അടക്കിയത്? 7 മണിയാകുമ്പോ. ബ്രില്യന്റ് ഗേൾ. ജോലി ഉണ്ടായിരുന്നോ? യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ആയപ്പോ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ലാതെ പോണു മോളെ. നമ്മുടെ അരിക്കാശ് വേണ്ടോ? നമ്മുടെ അരിക്കാശ്. മാനസിക വിഭ്രാന്തി. റിട്ടയർഡായി വന്നപ്പോ ഉറക്കല്ലാണ്ടായപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. അപ്പൊ ഞാന് വിഷമിച്ചു. എന്ത് ചെയ്തില്ല, എന്ത് തന്നെ ഇപ്പൊ നമുക്ക് 10 രൂപ കിട്ടാന്നുള്ളത് മനസ്സിലാവില്ല. അങ്ങനെ കുറെ കൂട്ടിയും കിഴിച്ചു നോക്കിയപ്പോ 10 ആൾക്ക് ചായ കൊടുക്കാന്ന് വിചാരിച്ചു. 10 ആൾക്ക് ചായ കൊടുക്കുമ്പോ നമുക്ക് എന്തായാലും നമ്മുടെ അരിക്കാശ് കിട്ടുന്നുള്ളത് ഉറപ്പായി. അരിക്കാശ് മാത്രല്ല പിന്നെ എല്ലാരൊക്കെ ആയിട്ട് സമ്പർക്കായി. നമുക്ക് ആൾക്കാരോട് വർത്താനം പറയാം. നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറും. പിന്നെ എനിക്ക് ഇത്തിരി വിഷമങ്ങളുള്ള ആളാണ് ഞാൻ, മുൻകൂട്ടി ഉള്ളത് ആള്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ സ്ഥലം നമ്മള് ഇങ്ങനെ ഇതൊക്കെ എടുത്തത് സ്ഥലം നമ്മുടെ തന്നെയാണ്. വാടകയ്ക്ക് കൊടുത്തോക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് സ്ഥലത്തിന് വാടകക്കാരെ ഒഴിപ്പിക്കാണ്ട് കുറച്ച് സ്ഥലത്തിന് കുറച്ച് ഇത് ചെയ്തു. വരുമ്പോ അഭിപ്രായം ഞാൻ ചോദിക്കുക എന്താ കുറവ് എന്താ നല്ലത് എല്ലാവരോടും ചോദിക്കാം. ഭക്ഷണം നടന്ന അപ്പൊ സൂപ്പറായി ചേച്ചി സൂപ്പറാ. ചിലര് 10 രൂപ കൂടെ തരുന്നു ചേച്ചി സൂപ്പറായിട്ട്. ഒരാളെനിക്ക് 200 രൂപ തന്നു ചേച്ചി ഞാൻ ഇനി വരുമ്പോ അങ്ങനെയുണ്ട്. ഭക്ഷണമാകുമ്പോ അങ്ങനെയാണ്. അല്ല പിന്നെ ചായ ആരെടുക്ക?
എല്ലാം എടുക്കും. എല്ലാം നമ്മൾ ചെയ്യണ്ടേ, എല്ലാം അറിയാം, നമ്മളെല്ലാം ചെയ്ത് പഠിക്കുന്നു. ആളുടെ വൈഫാ. പപ്പയുടെ കൂടെ എവിടെ? അവിടെ സ്റ്റേഷന്റെ അടുത്തുള്ളതോ? ഓക്കെ ഓക്കെ. ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷപ്പെടുക. കൂടുതൽ വരുമാനം നമുക്ക് പറ്റാണ്ടാവുമ്പോൾ നിർത്തുക, അല്ല ഒരാൾ വെക്കുക. കഞ്ഞിയും കറിയും മാത്രമുള്ള? കഞ്ഞി കറി, പിന്നെ പുട്ട്, ഇഡലി, ദോശ, വട, അതൊക്കെ ഉണ്ടല്ലേ. ആ, രാവിലത്തെ അല്ലാണ്ട് ഉച്ചയിലത്തേക്കില്ല? ഉച്ചയിലത്തേക്കാ പിന്നെ 9 മണി തൊട്ട് 9:30 തൊട്ട് കഞ്ഞിണ്ട്. ആ ഗൈസ്, അപ്പൊ നമ്മള് ചേച്ചിയുടെ കടയിൽ നിന്ന് നല്ല ചൂട് ചായയും പിന്നെ മുരിഞ്ഞ പഴംപൊരിയും കഴിച്ചു. ചേച്ചിയുടെ പേര് രത്നവല്ലേ, മണ്ണുത്തി മാടക്കത്തറ തേറമ്പം. മാടക്കിത്തറ തേറമ്പം. മാടക്കിത്തറ തേരമ്പം, അതായത് കുളത്തിന്റെ ഓപ്പോസിറ്റ്. അതന്നെ. അപ്പൊ നിങ്ങള് ഇതില് ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കടന്ന് ഇവിടെ വലിയ മണ്ടക്കി അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കടയിൽ കയറാൻ കഞ്ഞിയുണ്ട്, ചായയുണ്ട്, കടികളുണ്ട്, ഇഡലി, ദോശ, വട, പുട്ട്, കടല, പുള്ളി എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാ. പിന്നെ എന്താ, ചേച്ചിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോട്ടെ അല്ലേ? അതെ അതെ. ചായക്ക് 10, കടിക്ക് 10 ഒക്കെ 10കളുള്ളോ. എല്ലാരും വരാ. ഇവിടുന്ന് ചേച്ചിയുടെ പലഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ചേച്ചിനെ രക്ഷപ്പെടുത്താം. ചേച്ചി ഞാനത് യൂട്യൂബിൽ ഇടാം, ഞാൻ ഷെയർ ചെയ്യാം. ചേച്ചി എല്ലാവർക്കും കാട്ടി കൊടുത്തോളാം, സബ്സ്ക്രൈബ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചിയുടെ ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് വളരട്ടെ, വലുതാവട്ടെ, എല്ലാവർക്കും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കട്ടെ. ഇത്രയും ഐറ്റംസ് പോരാ നമുക്ക് ചേച്ചിയുടെ കടയിൽ, ഇതിലും കൂടുതൽ ഐറ്റംസ് കൊണ്ടുവരണം. അപ്പൊ ചേച്ചി ടാറ്റ. അല്ല, ചേച്ചിക്ക് ഇങ്ങനെ റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വെറുതെ കുത്തിരിക്കണേക്കാട്ടിലും ഭേദല്ലേന്ന് ഒരു ചായക്കട. വലിയ ലാഭമില്ലെങ്കിലും അന്നത്തെ ചെലവ് മുട്ടി പോയാലും പിന്നെ മറ്റുള്ളവരായിട്ട് സമ്പർക്കം ഉണ്ടാവുമല്ലോ. ജോലിക്ക് പോണവർക്ക് തുറന്ന് എല്ലാവരും സംസാരിച്ച് ഇപ്പോൾ വീട്ടിൽ റിട്ടയർഡ് ആയിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ പപ്പയ്ക്കായാലും പപ്പ ഈ ചൂണ്ടാൻ പോണത് എന്താ ഒരു റിലാക്സേഷൻ കിട്ടും അവർക്ക്. എന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ വടൂക്കര എന്ന് പറഞ്ഞ എല്ലാരും ഒന്ന് സൈലന്റ് ആവും. അത്രയ്ക്ക് പവറാ വടൂക്കരക്ക്. അപ്പൊ വടൂക്കരനെ കുറ്റം പറഞ്ഞാൽ ശരിയാവില്ല, പേടിച്ചിട്ടേ ശരിയാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആണെങ്കിൽ പോലും നിന്റെ വീട് എവിടെയാ? വടൂക്കര. വടൂക്കരക്കാരിയാണല്ലേ. എവിടെ? എസ് നഗറ അതാ ഇപ്പം രണ്ടും അല്ല ചാണപ്പെട്ട പോലെയാ. ചേച്ചി കച്ചിത്തോട്. ഗൈസ്, നമ്മള് കച്ചിത്തോട് സ്ഥലം എത്തനേക്കാട്ട് മുന്നേ ഒരു ചെറിയൊരു കുഞ്ഞു വാട്ടർഫോൾസ് കണ്ടു. അമ്മ അടിപൊളി. ഓടിവാ ഓടിവാ ഓടിവാ. അയ്യോ, ഒരു ചാത്തൻ കോഴിയുടെ അതിനെ പിടിച്ച് വണ്ടി ഇരിക്കട്ടെ. അതെ, മമ്മിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മമ്മി പോയി പിടിച്ച് വണ്ടിക്കിട്. ഒരു പെടക്ക് 2 ചെക്കന്മാരെ സെക്യൂരിറ്റി. നേരത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടില്ലേ? ആ വെള്ളം ഈ ഡാമിന്നാണ് വരണത്. ഞാൻ കാട്ടിത്തരാം എങ്ങനെയാ വരണേന്ന് കാട്ടിത്തരാം. ഇങ്ങനെ വന്നേ ഇതിലേ അങ്ങനെ ഒലിച്ചു പോവും. ഡാമിന്റെ പണി നടക്കുന്നുണ്ട്, മമ്മിയുടെ വീഡിയോ എടുക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു കണ്ണിനാനന്ദം, നമ്മുടെ മനസ്സിനാനന്ദം, അതുപോലെ കണ്ണിനൊരു ആനന്ദം, കണ്ണിനൊരു കുളിർമ. എപ്പോഴും പച്ചപ്പ്, എപ്പോഴും കണ്ണിന് കുളിർമ. നല്ല ഡാർക്ക് പച്ച വെള്ളം, നല്ല വെള്ളം, നല്ല വെള്ളം. ഇല്ല, നമ്മുടെ അവിടുത്തെ പുഴകളിലൊക്കെ മുഴുവൻ വേസ്റ്റും ഇതാ. ഇത് നോക്കിയേ, നല്ല തെളിനീരാണ്. ഒരു പറയുന്നത് മുതലേ ഉണ്ടാവും, കേറി പിടിക്കില്ലേ കാലും. വിളിച്ചു പറഞ്ഞിട്ട് കുത്തോ ചേട്ടാ അവിടെ. ഞാൻ വെറുതെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയതല്ലേ. പൊക്കോ പൊക്കോ പൊക്കോ, ടാറ്റ പൊക്കോ. യൂട്യൂബിലൊക്കെ വരൂട്ടാ, നിനക്ക് ഫോട്ടോന് ഫേസ് ചെയ്യാ. ആ യൂട്യൂബിലൊക്കെ വരും, നമുക്ക് ഫേമസ് ആവാം, ഒരുമിച്ച് ഫേമസ് ആവാം. പോവാ ടാറ്റ. ഗൈസ്, നമ്മള് ചൂണ്ടാൻ വന്നിട്ട് മീനൊന്നും കിട്ടിയില്ലേ. നമുക്ക് കൊണ്ടുപോവാം. എന്താ മരുന്ന് വെക്കാൻ കർക്കിടക മാസം മിണ്ടാണ്ടിന്നേന്നോ. നല്ല ആട്ടുംകുട്ടി, അത് തന്നെ അവരുടെ ഗർഭിണിയാ. ആടല്ല, ഞാൻ ഉണ്ടാക്കിയത സൗണ്ട്. അയ്യോ, നിനക്ക് അതന്നെ നല്ലത്. ചേച്ചി ഇങ്ങനെയൊന്നും പാടില്ല. ഇല്ലിട്ടുണ്ടാ, കാരണം നീ വീഴില്ലാന്ന് ഉറപ്പാ. അയ്യോ. 3, 2, 1. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ
കച്ചിത്തോടാണ് ചൂണ്ടാൻ വേണ്ടി വന്നതാണ് പപ്പയുടെ കൂടെ. പപ്പ ചൂണ്ടി തുടങ്ങി. പപ്പ ഭയങ്കര നിരാശയോടുകൂടെ. വലിയ തടാകല്ലേ, ആഴത്തിലാവും മീനുകളൊക്കെ. മറ്റേത് ചെറിയ കുളല്ലേ. ഇത് നല്ല താഴ്ചയായ കണ്ട് താഴെ കൂടെ ആയിരിക്കും മീനുകളൊക്കെ പോണത്. ബീച്ച് കുറെ പേര് കണ്ടിട്ടുള്ളതല്ലേ ചേറ്റ. ഇവിടെ ആകുമ്പോ സൈലന്റ് ആയിട്ടുള്ളവരുടെ ആരും കണ്ടിട്ടില്ലാത്തൊരു ഭാഗം. അപ്പൊ ഇവിടേക്ക് വരണതല്ലേ ഏറ്റവും നല്ലത്. കച്ചിത്തോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭംഗി ശാലീന സുന്ദരമായ ഒരു ഗ്രാമം ബീച്ച് സിറ്റിയായി തുടങ്ങി. അല്ല പപ്പ ഇവിടെ എന്തൊട്ടിനൊക്കെ വന്നേക്കണേ? എന്തിനാ? ഫീൽഡ് അവരുടെ ഭാഗലടിക്കാണ്. ഫീൽഡ് കറങ്ങാൻ, പബിന് കൊണ്ടുവിടാൻ, കായ്പക്കായ കക്കാൻ. അതെവിടെയായിരുന്നു? കാടിന്റെ ഓരത്തെ കർഷകര് കയ്പക്കായ അങ്ങനെയുള്ള കൃഷി കൊള്ളി ഇതൊക്കെ ഉണ്ടായിട്ട് ഇവര് പോകുമ്പോ അതിന് 1-2 പറിച്ചു കൊണ്ടുവരും മെസ്സിലേക്ക്. അല്ല പപ്പ ഇവിടെ വന്നിട്ട് മലമ്പാമ്പിനൊക്കെ വിടോ? മലമ്പാമ്പ് പിന്നെ എന്തിനൊക്കെ വിട്ടേക്കണേ? മലമ്പാമ്പ്, മൂർത്ത, അണലൊക്കെ വിടും. ആ പഠിക്കും പാട്. പാട്ട് പറഞ്ഞ ആൾക്ക് മൈക്കുന്ന കൊടുത്ത ഞാൻ പണ്ടേ പാട്ടില് പിന്നാക്കാം. ഞാൻ ഡാൻസ് പാട്ട് ഞാൻ പിന്നാ. പാട്ട് നിന്റെ അപ്പം പാട്ട് നമുക്ക് ഒരു ദിവസം പോവാ. നമ്മൾ ഇന്നലെ പോയില്ലേ ഗൈസ്? പപ്പയ്ക്ക് മീനൊന്നും കിട്ടാത്ത കാരണം പപ്പ ഓരോ സമയം ചെല്ലും തോറും നിരാശയായിട്ട് വരാണ്. പപ്പ ലാസ്റ്റ് അവിടെ ഇരുന്നു. പപ്പ മീനൊന്നും കിട്ടിയില്ല. നിങ്ങൾ വരുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ഈ ഭാഗം കാണാൻ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാസ്കിൽ നല്ല ചൂട് ചായ, പിന്നെ വല്ല പഴംപൊരി, കായബജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഡാമൊക്കെ കണ്ട് കാറ്റൊക്കെ ഇങ്ങനെ മേലേക്ക് തന്നെ തട്ടി പുളർന്ന് അങ്ങനെയൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് ഇരിക്കുക. പപ്പ വർക്ക് ചെയ്യണ സമയത്ത് എന്ന് വെച്ചാൽ അവര് ഫോറസ്റ്റിലായിരുന്നല്ലോ പപ്പ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവര് ഈ മലമാമിനൊക്കെ പിടിച്ചിട്ട് ഈ ഡാമുകളിലൊക്കെയാണ് കൊണ്ടുവിടാറുന്നത് പോലും. അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുവിടുമ്പോൾ അവിടെ കയ്പക്കായ കൃഷിയൊക്കെ ചെയ്യണ ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് കയ്പക്കായൊക്കെ 2-3 പറിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അവിടെ വരെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇതേ പപ്പ വിളിച്ചു പോവാന്ന് പറഞ്ഞിട്ട്. പപ്പയ്ക്ക് മീൻ കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരു വൈറ്റ് ക്ലബ് ഉണ്ട് മുഖത്ത്. അപ്പോൾ വീട്ടിലേക്ക് പോണേക്കാട്ട് മുന്നേ എനിക്കൊന്ന് വെള്ളത്തിലിറങ്ങണം. വെള്ളത്തിലിറങ്ങി ഇന്ന് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് നനയ്ക്കാം. എന്നിട്ട് നേരെ വീട്ടിൽ പോവാം. ഇവിടെ നിറച്ച് വിഴരുതിട്ട് അങ്ങനെ അങ്ങനെ കാട്ടിയിട്ട് 1, 2, 3 അങ്ങോട്ട് ഇനി 4 സ്റ്റെപ്പ്. പറലല്ല എവിടെയൊക്കെയുണ്ട് ചെറുമീനുകള്. ഇവിടെ കൊറേ മീനുകൾ ഇങ്ങനെ കടിക്കണ കാലുമേ. അവര് ചിലപ്പോ ഡബിൾ മീനിൽ ചിന്തിക്കാം. ഈ 2 അമ്മച്ചിമാരിൽ തന്നെ കുളിപ്പിച്ച് കാളം തുള്ളുമ്പോ എന്തിനു നാണിച്ചിരിക്കുന്നു കയ്യോട് കയ്യും ഏഴുമല പൂഞ്ചോല ക്ഷീണത്തിന് കുറവ്. ആ കഴുകിക്കോ. ഞാൻ മുഖമൊന്നും കഴുകണില്ല. ചൂടനായി കലിപ്പനായി നിൽക്കുന്ന പപ്പ, എൻജോയ് ചെയ്യാൻ സമ്മതിക്കാണ്ട് നിൽക്കുന്ന പപ്പ. പപ്പയ്ക്ക് മീൻ കിട്ടാത്തതിന്റെ വിഷമാണ്. കച്ചിത്തോട് ഡാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ നിങ്ങളുടെ ബന്ധക്കാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കാം. ടാറ്റാ. ബൈ.